ചെതുമ്പല് കളയുവാണല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞില്ലേ എല്ലാ ടൈപ്പ് മീനുണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേര് അടിപൊളിയായിട്ട് കഴിച്ചു. എത്ര രൂപ ചേച്ചി? ദേ കാണാം. വാ ഇവിടുത്തെ സംഭവം കണ്ടോ? ഇവിടെ കടയിൽ നമ്മുടെ ഫ്ലെക്സ് ആണ് വെച്ചിരിക്കുന്നത്. നമസ്കാരം. നമ്മളിപ്പം ധനുഷ്കോടിയാണ്. ശരിക്കും 3ാമത്തെ വീഡിയോ ആണ് ഇവിടെ വന്നെടുക്കുന്നത്. ഈ ഷോപ്പിന്റെ പ്രത്യേകത ഏറ്റവും ഫ്രഷ് മീൻ നല്ല സൂപ്പറായിട്ട് വറക്കും. ഏത് മീനാണ് നമുക്ക് വറക്കേണ്ടത്? ഇതിൽ ഏത് മീൻ വറക്കണം? ഇതങ്ങ് എടുത്താലോ? ചെമ്പല്ലി. നമുക്ക് ചെമ്പല്ലി എടുക്കാം. ചെമ്പല്ലി ഇന്ന് ചെമ്പല്ലി വാ വറക്കുന്ന കാണാം. ചേച്ചി വാ. ഈ കടയുടെ പേര് അക്കാക്കട അല്ലേ? ധനുഷ്കോടിക്ക് പോകുമ്പോൾ ഈ ഒരു ടവർ നോക്കിയാൽ മതി. ധനുഷ്കോടി വരുമ്പോൾ മലയാളത്തിൽ തന്നെ അക്കാക്കട എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ടവറിന്റെ തൊട്ട് താഴെ തന്നെ ഇതാണ് നമ്മുടെ ചേച്ചി. ഇത് മീൻ മാത്രമല്ല, കൊഞ്ചുണ്ട്. ഞാൻ ഞണ്ടെന്ന് എടുത്ത് കാണിച്ചേ. ഞണ്ടുണ്ട്, കൊഞ്ച്, ഞണ്ട്. ചേച്ചി എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. വെട്ടുന്ന സ്ഥലം എല്ലാം ഇവിടെ കാണാൻ പറ്റും. എല്ലായിടത്തും ലൈവായിട്ട് ഇതെല്ലാം കണ്ട്. ഒരുപാട് പേര് വന്നാ ഇവിടെ? நிறைய பேர் வர்றாங்க. நிறைய பேர் வந்து சொல்றாங்க டேஸ்ட் பயங்கரமா இருக்கு. சூப்பரா இருக்குன்னு. நல்லா இருக்கு சொல்றாங்க. ടേസ്റ്റ് കൊണ്ട് നമ്മളിപ്പോ 3ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. അതെ. ചേച്ചി മീനെല്ലാം ചെറിയ ചെറിയ പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവല്ലേ? അതിന് മുമ്പായിട്ട് മസാല അല്ലേ? മസാല പോട്ട് ഫ്രൈ பண்ண വേണ്ടതാണ്. ഇവിടെ എല്ലാം പേസ്റ്റ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടേ. ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത്. ടേസ്റ്റ് நல்லா இருக்கும்னா. நல்லா ഇഞ്ചി പേസ്റ്റ് അല്ലേ? വീട്ടിൽ അരച്ച് കൊണ്ടുവരുവേ. വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഈ കല്ലിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. നല്ല വൃത്തിയാക്കി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്ര മതിയാമ്മ? ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മീൻ ഇടാൻ പോവാം കേട്ടോ. ആ മസാലയിൽ കുറച്ചു നേരം പെരട്ടി വെച്ചാൽ മീൻ ഇങ്ങോട്ട് ഇടാൻ പോവാണ്. ഇങ്ങനെയാണ്. ഇത് വീടിനെ കാണുമ്പോൾ തന്നെ അല്ലേ അടിപൊളിയാണ്. സൂപ്പറാണ്. ലൈവ് എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. ഇത് ഈ മീൻ മറക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഊണിന്റെ കൂടെ 2 മീനൊക്കെ ഉണ്ട്. ഒരു ഊണിന്റെ കൂടെ 2 മീൻ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അടിപൊളി കറിവേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യാൻ പോണേ? ഇതിന്റെ മേളിലേക്ക് അങ്ങോട്ട് ഇടും അല്ലേ? അപ്പോൾ ഒരു സ്മെല്ലിങ് വരും അല്ലേ? அது நல்லா இருக்கும். டேஸ்டா வாசமா இருக்கும்ல. அதனால வாமா சாப்பாடுலாம் இருக்கு. மீன் சாப்பாடு. മലയാളികളാണ് എല്ലാവരും. വളരെ സന്തോഷത്തിലാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു യാത്ര? അടിപൊളിയാണ്, മറക്കാൻ പറ്റാതെ. പിന്നെ പോവാൻ തോന്നി. ലാലേട്ടന്റെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടാന്ന് പറയുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ സ്ഥലം എവിടാ? സ്ഥലം പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. കഞ്ചിക്കോട്. ഇതായില്ലേ? ഇതിപ്പോ നമ്മൾ ആദ്യം വരുമ്പോഴേ കട ഇത്രയേ ഉള്ളായിരുന്നു. ഇപ്പൊ ഇത്രയും കൂടെ വലിപ്പമാക്കി. അങ്ങനെ നമ്മുടെ മീൻ വറുത്ത വന്നിട്ടുണ്ട്.